ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യരെക്കുറിച്ചുള്ള ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്ന ഒരു വിഭാഗമാണ് മറ്റു മനുഷ്യർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ആളുകൾ. അതായത് സ്വന്തം ജീവിതം കൊണ്ട്, സ്വന്തം സമയം കൊണ്ട്, പണം കൊണ്ട്, അധ്വാനം കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന പരോപകാരികളായിട്ടുള്ള മനുഷ്യർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വളരെ സുപ്രധാനമായ ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. തൊബ്രാനി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഹദീസുകൾ ശേഖരിച്ചിട്ടുള്ള ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അന്ന റജുലൻ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് അയ്യുൻ നാസി അഹബ്ബു ഇലല്ലാഹ് വ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. രണ്ട് ചോദ്യമാണ് അയാൾ ചോദിച്ചത്, ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഒന്ന്, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടാണ്? രണ്ടാമത്തെ ചോദ്യം, ഏത് പ്രവൃത്തിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു, അഹബ്ബുന്നാസ് ഇലല്ലാഹി തആല അൻഫഅഹും ലിന്നാസ്. അള്ളാഹുവിന് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഒരാൾക്കാണ്, അയാൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നു. വഅഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തി എന്ന് പറയുന്നത് സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. നിൻ്റെ സഹജീവിയായിട്ടുള്ള ഒരു മുസ്ലിമിന് അവനൊരു സന്തോഷം നീ ഒരു സന്തോഷത്തിന് നീ കാരണമായി തീരുക. ഔ തുകശ്ശിഫ് അൻഹു കുർബത്തൻ, അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രയാസം നീ നീക്കി കൊടുക്കുക. ഔ തഖ്ലി അൻഹു ദൈനൻ, അല്ലെങ്കിൽ അവൻ്റെ ഒരു കടം വീട്ടി കൊടുക്കുക. ഔ തത്രുദ അൻഹു ജൂഅൻ, അല്ലെങ്കിൽ അവൻ്റെ വിശപ്പിനെ ദൂരീകരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കുറച്ചുകൂടി വിശദീകരിച്ചിട്ട് പറയുന്നു, വലി അൻ അംഷിയ മഅ അഖിൻ ഫി ഹാജത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫി ഹാദൽ മസ്ജിദ്, യാനി മസ്ജിദുൽ മദീനത്തി ഷഹറൻ. ഞാൻ എൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി അവനോടൊപ്പം ഞാൻ പുറപ്പെട്ടു പോവുക എന്നുള്ളത് എൻ്റെ ഈ പള്ളിയിൽ, അതായത് മസ്ജിദുൻ നബവിയിൽ, മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഒരു മാസം ഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അതാണ്. ഒമൻ കഫ ഗളബഹു സതറല്ലാഹു ഔറതഹു, ആരെങ്കിലും തൻ്റെ കോപം അടക്കി പിടിച്ചാൽ അള്ളാഹു അവൻ്റെ ന്യൂനതകളെ മറച്ചു വെക്കും. ഒമൻ കളമ ഗൈലഹു വലൗ ശാഅ അൻ യംളീഹി അംലാഹു മല അല്ലാഹു ഖൽബഹു റജാഅൻ യൗമൽ ഖിയാമ. ഒരാൾ തൻ്റെ വിദ്വേഷം അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം അത് നടപ്പാക്കാൻ അവസരമുണ്ടായിട്ടും നടപ്പാക്കാതിരുന്നാൽ അള്ളാഹു അവൻ്റെ ഹൃദയത്തിൽ അന്ത്യനാളിൽ പ്രതീക്ഷ നിറച്ചു കൊടുക്കും. ഒമൻ മഷാ മഅ അഖീഹി ഫി ഹാജത്തിഹി ഹത്താ യതഹയ്യ ലഹു അസ്ബത അല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. തൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും നടന്നു പോയാൽ, അവനോടൊപ്പം നടന്ന് പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ അള്ളാഹു അവൻ്റെ എല്ലാ കാൽപാദങ്ങളും തെന്നിപ്പോകുന്ന, വഴുതിപ്പോകുന്ന പരലോകത്ത് അന്ത്യനാളിൽ അത് അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. സാധാരണഗതിയിൽ പിരിവിൻ്റെ സന്ദർഭത്തിൽ, ഫണ്ട് ശേഖരണത്തിൻ്റെ സന്ദർഭത്തിലും പരിപാടികളിലുമൊക്കെയാണ് ഇത്തരം ഹദീസുകൾ പരാമർശിക്കാറുള്ളത്. പക്ഷേ ഇത് കുറച്ച് വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട, ഈ വിഷയകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വളരെ സമഗ്രമായ ഒരു പ്രവാചക വചനമാണിത്. ഒരുപാട് സംഗതികളിലേക്ക് ഇത് വാതിൽ തുറക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു. ഇഹ്സാൻ എന്നത് നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ് പ്രാഥമികമായി. പക്ഷേ ആ ഇഹ്സാൻ ഏറ്റവും അധികം അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരോട്, നാം നിത്യേന ഇടപഴകുന്നവരോട് എങ്ങനെ നാം ആ ഇഹ്സാൻ കാണിക്കുന്നു എന്നതാണ്. ശരിക്കും ആ പശ്ചാത്തലത്തിൽ വേണം ഈ ഹദീസിനെ
നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഏറ്റവും കഴിവുള്ളവരല്ല, ഏറ്റവും വലിയ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരല്ല. അതിൻ്റെ അർത്ഥം ആരാധനാ കർമ്മങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല. തീർച്ചയായിട്ടും നമസ്കാരം, നോമ്പ്, അങ്ങനെയുള്ള ഹജ്ജ്, ഉംറ, ഇതൊക്കെ ദിക്ർ, ദുആ, തസ്ബീഹ്, തഹ്ലീൽ, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള സംഗതി തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ, ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ, ആ അബ്ദുള്ള, ഏറ്റവും നല്ല ഇബാദത്ത് എടുക്കുന്നവനെന്ന് പ്രവാചകൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യൻ, ഹജ്ജിന് വലിയ പ്രതിഫലമുണ്ട്, പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് മറ്റുള്ളവരോട് ഏറ്റവും നന്നായി പെരുമാറാൻ സാധിക്കുന്ന ഒരാളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ സ്വന്തം ഗുണമായിട്ട് ഏറ്റെടുത്ത് മറ്റുള്ളവരിലേക്ക് അവർ വ്യാപിപ്പിക്കുന്നു. അവർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ വാഹകരായിട്ട് മാറുന്നു. അള്ളാഹുവിൻ്റെ സ്നേഹം സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് പ്രിയപ്പെട്ട മനുഷ്യനെക്കുറിച്ചും അള്ളാഹുവിന് പ്രിയപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ചും പറഞ്ഞപ്പോൾ ഏറെക്കുറെ രണ്ടും ഒന്നായി തന്നെ പറയാനുള്ള കാരണം അതാണ്. നമ്മളെങ്ങനെയാണ് ആദ്യം പറഞ്ഞത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്നാണ്. പക്ഷേ ആ പ്രിയപ്പെട്ടവൻ എങ്ങനെയാണ് ആവുക, അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവർ തങ്ങളുടെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കുന്നു, അവർക്ക് ആന്തരികമായിട്ട് സമാധാനം നൽകുന്നു, മറ്റുള്ളവർ തളർന്നിരിക്കുമ്പോൾ അവരെ താങ്ങിയെടുക്കുന്നു, അവർക്കൊരു താങ്ങാകുന്നു, ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർ ദുഃഖിതരോ വിഷാദത്തിലോ ആശങ്കയിലോ ഒക്കെ ആയിരിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസവും ശാന്തിയും ഒരു സാന്ത്വനവുമായിട്ട് അവർ മാറുന്നു. അവർ കേവലം പുഞ്ചിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് പുഞ്ചിരിക്കാൻ ഒരു കാരണം കൂടി നൽകുന്നു, അവരെ പുഞ്ചിരിപ്പിക്കുക കൂടി അവർ ചെയ്യുന്നു. നോക്കൂ, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പണത്തെക്കാളോ ഭക്ഷണത്തെക്കാളോ ഒക്കെ ആളുകൾ വിലമതിക്കുന്ന ഒരു സംഗതി, നാം അവർക്ക് ഇമോഷണലി അവൈലബിൾ ആവുക എന്നുള്ളതാണ്. വൈകാരികമായിട്ട് നമ്മൾ അവരോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതാണ്. ഭൗതികമായ കാര്യങ്ങൾക്കൊക്കെ അപ്പുറം അവർ സന്തോഷം തേടുന്ന ഒരവസ്ഥ അതാണ്. അള്ളാഹുവിൽ നിന്ന് ആളുകൾ അങ്ങനെയാണല്ലോ സന്തോഷം തേടുന്നത്. നമുക്കെപ്പോഴാണ് നമസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദിക്ർ ദുആ ചൊല്ലുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴാണ്, എന്തുകൊണ്ടാണ് ഒരു സന്തോഷം കിട്ടുന്നത്? അള്ളാഹു നമ്മളോടൊപ്പം അവൈലബിളാണ് എന്ന ഒരു ബോധമാണല്ലോ. അപ്പം ഇതുപോലെ മനുഷ്യർക്കും നമ്മൾ ഇമോഷണലി അവൈലബിൾ ആവുക, നാം അള്ളാഹുവിൽ നിന്ന് ആശ്വാസം തേടുന്നത് പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ആശ്വാസം എത്തിക്കുന്ന ഒരു ഉപാധിയായിട്ട്, ഒരു മാധ്യമമായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൽ നിന്ന് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകണം, നമ്മുടെ ദുഃഖങ്ങൾ മാറിപ്പോകണം, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ പരിഹരിക്കപ്പെടണം. അപ്പോൾ ആ സമയത്താണ് മനുഷ്യർ, നമ്മളെല്ലാവരും അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്. എന്നാൽ ആലോചിച്ച് നോക്കൂ, മറ്റൊരാളുടെ പ്രയാസം മാറ്റാൻ അള്ളാഹു നമ്മളെ ഒരു നിമിത്തമാക്കിയാലോ? അതായത് നമ്മൾ അവരുടെ കടം വീട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഭക്ഷണം നൽകുന്നു, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നു. ഇതിൻ്റെ അർത്ഥം വളരെ ആഴമേറിയതാണ്. അതായത് നിസ്സാരമെന്ന് തോന്നുന്ന ചില പ്രവൃത്തികളിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിലെല്ലാം മറ്റൊരാൾക്ക് ചെയ്ത ഒരു സേവനം അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ദാഹിച്ച നായക്ക് വെള്ളം നൽകിയ സ്ത്രീ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ കുറിച്ചുള്ള ഹദീസ് വളരെ ഫേമസ് ആണ്. ആ ഹദീസിൽ പറയുന്നത് എന്താ? ആ നായയ്ക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ ആ സ്ത്രീ സ്വർഗത്തിൽ പോയി എന്നുള്ളതാണ്. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കിയ ഒരു മനുഷ്യനെക്കുറിച്ച്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പൂച്ചയെ കെട്ടിയിട്ട സ്ത്രീ, സൽക്കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടും ആ പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അത് ഭക്ഷണം സ്വയം തേടാൻ അതിനെ വിടുകയും ചെയ്തില്ല, അതിൻ്റെ പേരിൽ നരകത്തിൽ പോയ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകാൻ അർഹമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തി മറ്റ് മനുഷ്യർക്കോ അല്ലെങ്കിൽ ജീവികൾക്കോ നമ്മൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്.
മനുഷ്യരുടെ വഴിയിലെ തടസ്സം നിൽക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഒരു പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സമൂഹത്തിന് ചെയ്യുന്ന മുഴുവൻ സേവനവുമായിട്ട് മാറുന്നു. നമ്മൾ ഒരാളെ സഹായിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു സമൂഹത്തിന് മുഴുവൻ സേവനം ചെയ്യുന്നത്. അപ്പോൾ ആ സേവനത്തിൻ്റെ ഗ്രേഡ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് മാറും എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും അത്ര 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. കാരണം ഒരു ചെറിയ സേവനത്തിലൂടെ ഒരുപാട് പേർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ അൻഫഅഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായ മനുഷ്യനാണ് എന്ന് പറയുന്നതിനിടയാക്കും. ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിമിനെ കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് ലോകത്ത് പ്രകടിപ്പിക്കപ്പെടുന്നത്, പരത്തപ്പെടുന്നത്. ഒരുപാട് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് അതിൻ്റെ ഉച്ചിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ എല്ലാ മുസ്ലിങ്ങളും വേണ്ട, ലോകത്തെ മുസ്ലിങ്ങളിലൊരു ചെറിയൊരു ശതമാനമെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളായിട്ട് മാറിയാൽ അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിന് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നു. അതാണ് വാസ്തവത്തിൽ അള്ളാഹു നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ അതേ ഗുണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും ഈ ഹദീസിൽ നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ്. നമ്മളൊരാളോട് ദയ കാണിക്കുമ്പോൾ ഒരു പക്ഷേ അയാൾ നമുക്ക് ദയ തിരിച്ചു നൽകിക്കൊള്ളണമെന്നില്ല, പക്ഷെ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് അള്ളാഹു ഇതിനെക്കുറിച്ച് പറയുന്നത്. പരലോകത്ത് എല്ലാം വഴുതിപ്പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തും എന്നുള്ളതാണ്. കരുണ കാണിക്കാത്തവന് കരുണ ലഭിക്കില്ല. മൻ ലാ യർഹം ലാ യുർഹം. അതുപോലെ തന്നെ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരികളായി മാറുക എന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാകാൻ നമുക്ക് മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ സാധിക്കണം. അതിന് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.